നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനുസാറിനും ടീമുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3-ാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാറ് PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനുസാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനുസാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാറിനോട് മാരാറ് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, അതാണ് ഇവള് കരയണത്. പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. അഡ്വക്കേറ്റ് ആണോ? അത് പുതിയ അറിവാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ അഡ്വക്കേറ്റുമാർക്ക് ഇത്രയും വിവരമില്ലേ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഇങ്ങനെ ഉള്ളവരും കാണുമായിരിക്കും. കട്ടപ്പനെ ഇപ്പൊ കാണാനില്ല. കട്ടപ്പ ധ്യാനത്തിന് പോയി ഇങ്ങനെ മുങ്ങി. നാട്ടിൽ നിന്നാ കിട്ടോന്ന് അറിയാതത്തിന്, അതുകൊണ്ട് മുങ്ങി. തെറി അഭിഷേകം. കട്ടപ്പയ്ക്ക് യൂട്യൂബ് തുറക്കാൻ പറ്റണില്ല. കട്ടപ്പ കാണിച്ചു കൂട്ടിയൊന്നും പറയണ്ടല്ലോ. എന്നിട്ട് ബാക്കിയുള്ളവന്റെ നെഞ്ചത്താണ് കൊണ്ടുവെക്കണം. കട്ടപ്പ ഇങ്ങോട്ട് വന്നിരുന്ന് കണ്ണു ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് നമ്മക്കൊന്നും ഉരുളണില്ല. അത് പറ്റൂല, അതിന് മാത്രമേ പറ്റത്തുള്ളൂ. ശരിക്കും ഒരു നാടക റാണിയാണ് നമ്മുടെ കട്ടപ്പ എന്ന് പറയണ സാധനം. കട്ടപ്പ മാത്രമല്ല, നിങ്ങളെ പോലെ ഒരാളും കൂടി ഉണ്ട്, കട്ടപ്പയുടെ അമ്മച്ചി. അതെ, കട്ടപ്പേര് അമ്മച്ചി. ഞാൻ വിചാരിച്ചു എന്റെ ഉമ്മ ആയിരിക്കും ഏറ്റവും കൂടുതൽ ഡ്രമാറ്റിക് ആയിട്ട്, ലോകത്തെ ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഉമ്മാണെന്ന് വിചാരിച്ചു. പക്ഷെ ഉമ്മയെക്കാളും മേലെ വേറൊരാളുണ്ട്, കാണിച്ചു തരാം. ഗൈസ്, ഈ കെട്ടി ഒരുങ്ങി നിൽക്കുന്നത് ഷാജഹാനും മുംതാസും ആണ് എന്നാണ് പറഞ്ഞ് മനസ്സിലാക്കിയത് നമ്മളെ. അമ്മച്ചി ഷാജഹാനും മോള് മുംതാസും. നിങ്ങളെല്ലാരും പറയും ശൈത്യ ഭയങ്കരയാണ്, ശൈത്യ കട്ടപ്പയാണ്, അല്ലെങ്കിൽ അതാണ് ശൈത്യ ഭയങ്കര അഭിനയമാണ് എല്ലാം അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും അല്ല, വെറും പാവം. സത്യം, അതിനങ്ങനെ പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ പാവം കിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നണം? അങ്ങനെ പറയരുതേ. നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ശൈത്യനെ ഇങ്ങനെ പറയണത്? ജനങ്ങളെ, നിങ്ങൾ അങ്ങനെ പറയരുതേ. നമുക്ക് ഒരു അപേക്ഷയുണ്ട്, ശൈത്യയെ നിങ്ങൾ ഒന്നും പറയരുത്. നല്ല കുട്ടിയാണ്, നമ്മളെല്ലാരും ആരാധിക്കണ നമ്മുടെ പൊന്നുമോളാണ് ശൈത്യ. ശൈത്യ മാത്രമല്ല, ശൈത്യയുടെ അമ്മയും ഇതുപോലെ തങ്കപ്പെട്ട ഒരു സ്ത്രീയാണത്. ഇല്ല, വേറെ ഇല്ല, ഈ ഭൂമി മലയാളത്തിലില്ല. എന്നിട്ട് ശൈത്യയുടെ ആ ഷാജഹാന്റെ മുംതാസിന്റെ പെർഫോമൻസ് കാണാം. എന്നിട്ട് നിങ്ങൾ പറ, ശൈത്യക്ക് അഭിനയിക്കാൻ അറിയാമോ? ശൈത്യ നല്ലൊരു അഭിനേത്രിയാണ്, ശരിയാണ്. പക്ഷെ ജീവിതത്തിൽ അവർ അഭിനയിക്കാറില്ല. വേറെ ആരെയും ബാക്കിൽ നിന്ന് കുത്താറില്ല, ഫ്രണ്ടിൽ നിന്നും കുത്താറില്ല, ബാക്കിൽ നിന്നും കുത്താറില്ല. അങ്ങനത്തെ ഒരു നല്ലൊരു തങ്കപ്പെട്ട കുട്ടിയാണ്. ബാക്കിൽ നിന്ന് എല്ലാം സമാധാനത്തിൽ ചെയ്യണ ഒരു അമ്മച്ചി, ഒരു അമ്മയുണ്ട് ശൈത്യക്ക്. സൂപ്പർ അമ്മയും മകളും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അവർ രണ്ടുപേരും പെർഫോം ചെയ്തൊരു ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് ആണത്. നല്ല അഭിനയമാണ് അമ്മയും മോളും. ഇത് ശ്വേത മാം ജഡ്ജ് ചെയ്യുന്നതാണ്. ലൈക്ക് അവരുടെ പെർഫോമൻസ് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നതാണ്. അപ്പം എന്താണെന്ന് പറയണത് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഹിസ്റ്റോറിക്കൽ റൗണ്ട് പെർഫോമൻസ് കഴിഞ്ഞ് നിൽക്കാണ്. നമ്മളെപ്പോഴും പ്രണയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന പേരുകളാണ് ഷാജഹാനും മുംതാസും. ആ ഷാജഹാന്റെ മുഖത്തേക്കൊന്ന് നോക്കൂ, എന്തോ ഒരു പ്രസന്നത, താടിയൊക്കെ വളർന്ന് നല്ല കുലീനത്വം. അതിന് എന്തോന്ന് പറയണ, കുലീനത്വം തുളുമ്പുന്ന മുഖം, ഒരു ജെന്റിൽമാൻ. താജ്മഹലൊക്കെ. അപ്പോൾ ഇവരുടെ ഹിസ്റ്റോറിക്കൽ റൗണ്ടിൽ ഇവര് നീതി പുലർത്തിയോ, നന്നായി പെർഫോം ചെയ്തോ, എന്താണെന്ന് നമുക്ക് ശ്വേതാജിയോട് ചോദിക്കാം. നല്ലൊരു ആശയമാണ് എടുത്തത്. യൂഷ്വലി നമ്മൾ മുംതാസ് സാക്രിഫൈസ് ചെയ്തു, അല്ലാതെ ഷാജഹാൻ ഒരു റൊമാൻസ് അല്ലാതെ റൊമാൻറ്റിക്കിന്റെ ഒരു പ്രതീകമായിട്ടാണ് നമ്മൾ താജ്മഹലിനെ കാണുന്നത്. ഒരു മിനിറ്റ്, ഇവര് ചൂസ് ചെയ്തത് താജ്മഹൽ, എന്നിട്ട് ഇവര് പെർഫോം ചെയ്തത് ഷാജഹാനും മുംതാസും ആയിട്ട്. മുംതാസ് മരിച്ചതിന് ശേഷമല്ലേ ഷാജഹാൻ താജ്മഹൽ പണിതത്? അപ്പൊ മരിച്ചുപോയ മുംതാസ് എങ്ങനെ ജീവനോടെ വന്നിട്ട് ഇവര് ഡാൻസ് കളിച്ചു? ഇതെങ്ങനെ സംഭവിച്ചു? പക്ഷെ അവര് റൊമാൻസ് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊരു നല്ലൊരു, യൂഷ്വലി അവർ മരിച്ചു, അത് കഴിഞ്ഞിട്ട് താജ്മഹലിനാക്കി, ഇതൊക്കെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ റൊമാൻറ്റിക് സ്റ്റൈൽ
അതാണ് മരിച്ചതിന് ശേഷം എണീറ്റ് വന്നിട്ട് ഡാൻസ് കളിക്കുന്നത് കാണുന്നത് ശ്വേത മാം. ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളും ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളും കാണുന്ന ആദ്യമായിട്ടാണ്. ഞാൻ ശ്വേത മാമിനോടാണ് പറയണത് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇതിപ്പോ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് സുഖിപ്പിച്ചു അവരെ. സുഖിപ്പിച്ചപ്പോഴത്തേക്ക് ശൈത്യ കട്ടപ്പ വിളിക്കട്ടെ. കട്ടപ്പ കുഴപ്പമില്ല. നമ്മൾ എന്തിനാ ഇങ്ങനെ മറച്ചു വെക്കണല്ലേ? നമ്മള് കട്ടപ്പയ്ക്ക് മേലെ കട്ടപ്പ. ആദ്യമൊക്കെ ഇങ്ങനെ ഒന്ന് ചിരിച്ചെങ്കിലും പിന്നെ സ്വഭാവം മാറി 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 വന്ന് അത് നമുക്ക് കാണാം. അല്ലാതെ അവര് എനിക്ക് തോന്നുന്നു ഷാജഹാന്റെ ഏറ്റവും സ്ട്രോങ് അല്ല, ഏറ്റവും ജാസ്തി സ്ട്രെങ്ത് അല്ലാതെ ഒരു പേഴ്സണാലിറ്റി ആയ ഒരു വൈഫായിരുന്നു മുംതാസ്. അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നല്ല പേഴ്സണാലിറ്റി ഉള്ള ഒരു ഭാര്യയായിരുന്നു മുംതാസ്. അവള് ക്യാമറ ശൈത്യരെ തന്നെ ഇങ്ങനെ ഫോക്കസ് ചെയ്യണം. നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. മുഖത്തിന്റെ ഇത് മാറി 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 വരെയാണ്. മൂന്നാമത്തെ ഭാര്യ. ഇത് കഴിഞ്ഞിട്ട് മുപ്പത്തിയേഴര അനിയത്തിനെയാണ് കല്യാണം കഴിക്കുന്നത്. ഇതാണ് സ്റ്റോറി. ഇതൊക്കെയാണ് നമുക്കറിയാം. പക്ഷെ അവർ റൊമാൻസ് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ അത് നന്നായിരുന്നു. നല്ല കാര്യമാണ് പറഞ്ഞതൊക്കെ. പക്ഷെ എനിക്ക് എവിടെയൊക്കെയോ ശ്വേത മാം കുത്തുന്ന പോലെ തോന്നി. ചെറുതായിട്ടൊന്ന് കുത്തി വരുന്നുണ്ട്. മുംതാസ് എന്ന് പറയുന്ന നല്ല പേഴ്സണാലിറ്റി ഉള്ള ആളാണ്. അപ്പം ശൈത്യനെ എടുത്ത് കാണിക്കുന്നു ക്യാമറ. ചിരിച്ച മുഖം പെട്ടെന്ന് അങ്ങ് കറക്കുന്നുണ്ട്. നല്ലൊരു വാട്ടർ. അതെ, അത് ബിക്കോസ് താജ്മഹലിന്റെ മുമ്പിൽ ആ ഒരു വാട്ടർ ബോഡി ഉണ്ട്. അത് വെച്ചിട്ടാണ് നിങ്ങൾ അത് ചെയ്തത്. അതൊക്കെ ഭയങ്കര നന്നായിരുന്നു. ആരാണ് ശൈത്യ കൊറിയോഗ്രാഫി ചെയ്തിരുന്നത്? ഇത് നമ്മുടെ അതറിയാൻ വയ്യ. ഇത് ആരാണ് കൊറിയോഗ്രാഫി ചെയ്തതെന്നും ഇതൊന്നും അറിയാൻ വയ്യ. അതിന്റെ പേരും അറിയാൻ വയ്യ. വന്ന് 2 സ്റ്റെപ്പൊക്കെ പഠിപ്പിച്ചിട്ട് പോയി. അമ്മയോട് ചോദിക്കട്ടെ. പ്രഫുൽ എന്ന് പറഞ്ഞ പാലക്കാടുള്ള ഒരു ആളാണ് ചെയ്തിരിക്കുന്നത്. ആള് വന്നിട്ടുണ്ട്. അല്ല, മൂപ്പരെ ഒന്ന് വേദിയിൽ വിളിക്കാൻ പറ്റുമോ? പ്രഫുൽ അവര് വിചാരിച്ചു എന്തോ കോംപ്ലിമെന്റ് പറയാൻ വേണ്ടി വിളിക്കണതാണെന്നോ, വിളിച്ച് 2 അഭിനന്ദനം ഒക്കെ കൊടുക്കുമെന്ന്. പാലക്കാടുള്ള ആള് പ്രബുൽ. ഓക്കെ, ആ ചേട്ടപ്പോ വരും. വെൽക്കം ടു സൂപ്പർ അമ്മയും മകളും. നമസ്കാരം പ്രഫുൽ. പ്രഫുൽ, സ്റ്റാർട്ടിങ് നന്നായിരുന്നു മുംതാസിന്റെ ആ ഡാൻസ്. ബിക്കോസ് അവരൊരു സ്ട്രീറ്റ് ഡാൻസർ ആയിരുന്നു. അതൊക്കെ നന്നായിട്ട് കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഷാജഹാൻ അവരെ കാണുന്നു. ആ ഒരു റൊമാൻസ് തുടങ്ങുന്നു ആ വെള്ളത്തിന്റെ വാട്ടർ ബോഡിയിൽ. എവിടേക്കോ ഷീന ചേച്ചീന്റെ പെർഫോമൻസ് എന്തുകൊണ്ട് നിങ്ങൾ എലിവേറ്റ് ചെയ്യാത്തത്? അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. അതെന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അവർക്ക് ടെൻഷൻ ആവൂലേ? അപമാനിച്ചില്ലേ? അപമാനിച്ചൊരു രീതി ആയില്ലേ അവിടെ? ശ്വേതയ്ക്ക് കേസൊന്നും കൊടുക്കേണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് അവള് വക്കീലായില്ല, അതുകൊണ്ട് അവര് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അന്ന് കേസ് കൊടുത്തേനെ. അവര് ഫൈറ്റ് ആണെങ്കിലും എന്തുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി ബോഡിയിലി ഫിസിക്കൽ മൂവ്മെന്റ് കൊടുക്കാത്തത്? ഓൾറെഡി പ്രാക്ടീസ് സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതിന്റെ തേയ്മാനമാണ്. അതുകൊണ്ട് പറ്റണില്ല, അവരെ കൊണ്ട് കളിക്കാനൊന്നും പറ്റണില്ല. പിന്നെ വെറുതെ ഒരു ഇതില് വന്നിട്ട് തത്തി കളിച്ചെന്നേ ഉള്ളു. അല്ല, അത് മാത്രല്ല, ഷാജഹാന് ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. ആര് പറഞ്ഞു ഷാജഹാന് ഡാൻസ് കളിക്കാൻ പറ്റും? ശ്വേത മാമിന് എങ്ങനെ അറിയാം ഷാജഹാന് ഡാൻസ് കളിക്കാൻ പറ്റുമെന്ന്? വെറുതെ ഒന്ന് കളിച്ച് നോക്കിയതാണ്. സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ വാട്ടർ ഡാൻസ് എടുത്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞാണ് അത് പറ്റില്ല, മുട്ടിന് ഭയങ്കര പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ പ്രഫുൽ അതെങ്ങനെ ചെയ്യാൻ പറ്റുക? പിന്നെ നീ ക്യാപ്പൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് പ്രാക്ടീസ് സെക്ഷൻ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഫൈറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും പുള്ളിക്കാരിക്ക് ഭയങ്കര അതിനോടൊരു പേടിയുണ്ട്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ. അപ്പോൾ ഓൾറെഡി ഇവിടെ ഇപ്പോൾ സ്റ്റേജിൽ ഒന്ന് സെറ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അല്ല, അത് ആദ്യത്തെ ഇതിൽ തന്നെ പൈറ്റിൽ തന്നെ നമുക്ക് മനസ്സിലായി ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് വെച്ചത്. അവിടെ തന്നെ പറ്റൂല അവരെ കൊണ്ട്. നമ്മളെ ശ്വേതാമ്മ ട്രോളുന്നുണ്ട് കേട്ടാ. അവരെ അങ്ങ് പച്ചയ്ക്ക് അച്ചാറിടണം. ഇത് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ഇത് പറ്റണ പണിയല്ല. വാളൊക്കെ എടുത്ത് ഇങ്ങനെ വീശണത് ഉമ്മ കൊടുക്കണ പോലെയാണ് ഇരിക്കണേന്നൊക്കെ. ഷാജഹാൻ കുറച്ചൊന്ന് ഉറക്കത്തിലാണ്. ഇപ്പോഴും ഉറങ്ങി നിൽക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് ഉറക്കം തൂങ്ങിയാണ് അമ്മച്ചി. പയ്യ അല്ല, വെറുതെ ഒന്ന് കേറി വന്നതാണ്. നമ്മക്കുള്ളതാണ്. നമ്മളാണ് ചെയ്തത് നെഞ്ചത്തടിക്ക്. അപ്പോഴമ്മച്ചി ഇങ്ങനെ വരും. ഇല്ല, ആദിലെ നൂറേയും കൂടെ ലാസ്റ്റ് ഘട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞ ഓർമ്മയുണ്ട്. ആദില എവിക്റ്റായി പോവാൻ നേരത്ത് തകർക്കണം. ലാസ്റ്റ് ഇതാണ് ഞാൻ അതിനുള്ള വേലകൾ ചെയ്തു വെക്കുമെന്ന് ഇങ്ങനെ ചെവിയിൽ പറഞ്ഞ്, കട്ടപ്പേര് ചെവിയിലും പറഞ്ഞ് നൂറേരെ ചെവിയിലും പറഞ്ഞിട്ടാണ് ഇറങ്ങിപ്പോയത് ലാസ്റ്റ് അടവ്. അതുപോലെയാണ് ഈ അമ്മച്ചി ചെവി കടിക്കുമ്പോള. സപ്പോർട്ട് ചെയ്യണതാണ്. നിങ്ങൾക്ക് എന്തെന്നറിയാം. എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. നല്ല ഇങ്ങനെ വേണം അമ്മയും മോളും ആയ. നല്ല അമ്മച്ചി. മൂപ്പരുടേതായ ഒരു ലോകത്തിലാണ്.
അപ്പുറത്തേക്കുള്ള കട്ടപ്പേരെ മോന്തയൊന്ന് നോക്കിയാണ്. അയ്യോ കടന്തലൂത്തിയാണ് കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് പറയണമെങ്കിൽ കട്ടപ്പേനെയും അമ്മേനെയും നല്ല കാര്യങ്ങൾ പറയാം. ഒന്നും അവർ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കും. നിങ്ങൾ നന്നായിട്ട് ചെയ്തു, നിങ്ങളുടെ ചിരി നല്ലതായിരുന്നു, നിങ്ങളുടെ ഡ്രസ്സ് നല്ലതായിരുന്നു, മറ്റും നല്ലതായിരുന്നു, മറിച്ച് നല്ലായിരുന്നു, ഇങ്ങനെ ദയവ് ചെയ്ത് നിങ്ങൾ മോശം രീതിക്കൊന്നും പറയരുതേ. പറഞ്ഞു കഴിഞ്ഞ കട്ടപ്പേര മോന്ത ഇങ്ങനെ ആവും, കണ്ണൂരുളും. അതുകൊണ്ട് അങ്ങനെയൊന്നും പറയല്. അതുപോലെ അമ്മച്ചീരെ മോന്തേ അങ്ങനെ ആവും. പോരെങ്കിൽ ഇങ്ങനെ പറയണവരൊക്കെ നല്ലത് വരാൻ വേണ്ടി ഉരുളി കമഴ്ത്തും. നല്ലത് വരാൻ ഉരുളി. ശ്വേതാ മാമിനൊക്കെ എത്ര ഉരുളി കമ്മിറ്റിയാ അറിയാൻ വയ്യ. അവിടെയാണ് നിങ്ങളുടെ ഈ ഒരു കൊറിയോഗ്രഫിയിൽ ഒരു വീക്ക് പോയിന്റ് വന്നത്. അതായത് മൊത്തത്തിൽ കുളമാക്കി, ആ ഒരു ഡാൻസ് മൊത്തം കുളമാക്കി വെച്ചിട്ടാണ് രണ്ടും കൂടെ നിൽക്കുന്നത്. അങ്ങനെ പറയല്. മുട്ടുവേദന. ബിക്കോസ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മാറ്റി കളിക്കാമായിരുന്നു, ശൈത്യക്ക് കൊടുക്കാമായിരുന്നു. ഷാജഹാൻ ശൈത്യക്ക് കൊടുക്കാം. അത് ഓൾറെഡി ബിക്കോസ് എല്ലാത്തിനും ഒരു കാരണം ഉണ്ടല്ലോ. അത് അങ്ങനെ കൂടെ ഞങ്ങൾ ഫിക്സ് ചെയ്ത് നോക്കിയാണ്. അപ്പോ ശൈത്യ ചെയ്യുന്ന കുറെ എന്താ വെച്ചാ റൊമാൻറ്റിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അമ്മയ്ക്ക് ചെയ്യാൻ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. രണ്ട് രീതിയിലും അത് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാൽ ലെഗിൻ്റെ കുറച്ച് കാര്യങ്ങൾ അത് കുറച്ച് സ്ലോ ആയിട്ട് ചെയ്താലും കുഴപ്പമില്ല, അത് നമുക്ക് കവർ ചെയ്ത്. പ്രഫുലിനോട് ഞാൻ പറയുന്ന കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ആ ഒരു ബിക്കോസ് നിങ്ങൾ ഇവിടെ ഓൾറെഡി കുറെ പെർഫോമൻസസ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമുക്ക് ഹിസ്റ്റോറിക്കൽ ഒരു റൗണ്ട് കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു നമ്മൾ ഒരു പെർഫോമൻസ് ചെയ്യുമ്പോൾ ടേക്ക് ഓഫ് ആയില്ലെങ്കിൽ അത് ഏക്കില്ല. കട്ടപ്പ എന്തോന്ന് ചെയ്യണം. ഇപ്പൊ കിട്ടി കൂടെ അടുത്തോട്ട് വന്നാ വലിച്ചു കീറി പൊട്ടിച്ചു വെച്ചനെ ശ്വേതാ മാമിനെ. അവരത്രയും ദൂരെ ഇരിക്കണത് റൊമാൻറ്റിക് ഒക്കെ വന്ന് നല്ലതായിരുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷേ അവിടെ കൊട ഇട്ട് ഉടച്ചു കളഞ്ഞു. ഒന്ന് ആർട്ട് ഡയറക്ടറിനെ ഒന്ന് വിളിക്കോ ഈ പ്രോപ്പർട്ടി. പേര് പറഞ്ഞോളൂ ആദ്യം എന്താ തന്നെ. പേര്? രജീഷ്. നമ്മളുടെ ഈ താജ്മഹൽ ഏത് കളറിന്റെ ആണെന്ന് ഒന്ന് പറഞ്ഞു തരുമോ? താജ്മഹലിന്റെ കളർ ചേട്ടന്റെ മനസ്സിൽ എന്താണ്? ഐവറി വൈറ്റ്. കൊടുത്തത് നിങ്ങൾ ചാർമിനാർ. താജ്മഹലായിരുന്നു അവർ ഉദ്ദേശിച്ചത്, പക്ഷെ അവര് ചെയ്തത് ചാർമിനാർ. താജ്മഹൽ ഏത് ചാർമിനാർ ഏത് ഒന്നും അറിഞ്ഞൂടാ. രണ്ടുപേരും വന്ന് നിന്ന് പെർഫോമൻസ് ചെയ്ത് താജ്മഹലിന് പകരം കൊടുത്തത് ചാർമിനാർ. ഞാനൊരു ഡൗട്ടിലായി പോയി. ഞാൻ പറഞ്ഞു ഞാൻ കണ്ട താജ്മഹൽ ഈ കളറേ അല്ല, നീ അഴുക്ക് വെച്ച താജ്മഹലാണോ? അതായത് പിന്നെ ഈ താജ്മഹൽ ചാർമിനാറൊക്കെ വെള്ള കളറാണല്ലോ, അപ്പം ഏകദേശമൊക്കെ ഒരുപോലെയാണല്ലോ. താജ്മഹലിന്റെ കളർ ചെറിയ വ്യത്യാസം വന്നതാണെന്ന് വിചാരിക്കട്ടെന്ന് വിചാരിച്ചതാണ്. പെയിന്റിങ്ങിന്റെ മുമ്പത്തെ താജ്മഹലാണോ എന്നൊക്കെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. എന്തുകൊണ്ട് ആ ഒരു നിങ്ങൾ ആരും ശൈത്യ അത് അയ്യോ, ഞാൻ താജ്മഹൽ കണ്ടിട്ടില്ല, താജ്മഹൽ ഞാൻ പോയിട്ടില്ല. ശ്വേതാമേം ഇങ്ങനെയൊക്കെ ചോദിച്ചത് എന്തോന്നാണ് ചെയ്യണത്? ഇപ്പൊ പറയും ഞാൻ പറഞ്ഞതാണ് മാം, ഞാൻ പറഞ്ഞതാണ് അങ്ങനെ ചെയ്യല്ലേ എന്ന്. പക്ഷെ ആള് കേട്ടില്ല. ഞാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞു. ബിഗ് ബോസിലായാലും ലാലേട്ടൻ വിളിച്ചിട്ട് ചോദിക്കും ശൈത്യ എന്താ അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലേന്ന് ചോദിക്കുമ്പോൾ ശൈത്യ പറയും പറഞ്ഞതാണ് ലാലേട്ടാ, പക്ഷെ അവള് കേട്ടില്ല. ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞതാണ് ഇങ്ങനെ ചെയ്യുന്ന തെറ്റാണ്, ഒരു ഫ്രണ്ട് എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞു നോക്കി, പക്ഷെ അവളത് കേട്ടില്ല. നമ്മളിവിടെ രാവിലെ വന്നപ്പോഴാണ് ഞാൻ ഓൾറെഡി ചോദിച്ചു ചേട്ടൻ്റെ അടുത്ത് ഇതാണോ താജ്മഹൽ എന്ന്. എനിക്ക് ആ ഷേപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ വേറെ തോന്നിയില്ലേ? അല്ല, അതൊരു വളിച്ച ചിരി ഒന്ന് രാവിലെ വന്നപ്പോഴാണ്. ഓപ്ഷൻ ഇല്ല നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ. ഡയറക്ടറിന്റെ അടുത്ത് പറഞ്ഞോ ശൈത്യ? ഇല്ല, പറഞ്ഞില്ല. കാരണം ഇങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക്കൽ റൗണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ അത് മാത്രമല്ല, സ്പെഷ്യലി കുട്ടികൾ കാണുകയാണ് ഇത് ഏറ്റവും വലിയ പിള്ളേരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും താജ്മഹൽ ഏത് ചാർമിനാർ ഏതെന്ന്. വരുത്തി ചിരിച്ചത് വീണ്ടും കടന്തലി ഒത്തിയടക്കായി. താജ്മഹൽ ഒരു കാരണവശാലും ചാർമിനാർ ആവില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഇതേപോലെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കാമായിരുന്നു. നമ്മള് ഡയറക്ടറോട് പറയണ്ടേ? അതെന്താ ചേട്ടൻ ആരോടും ചോദിക്കാത്ത? ശൈത്യ കുട്ടി, ശൈത്യമോളെ കരയല്ലേ? അമ്മച്ചി കട്ടപ്പേരടുത്തോട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ പോവും, ചെവി കടിക്കാൻ പോണതാണേ. നമ്മൾ വിചാരിക്കും
കരയിലെ മോളെ കരയരുത് വിഷമിക്കരുത് എന്ന് പറയായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനല്ല പറയണത്. അവരല്ലേ എപ്പോഴും പറയുന്ന അനുമോളാണ് കരച്ചില് മറ്റാണ് മറിച്ചാണെന്നൊക്കെ. എന്നിട്ട് ശൈത്യമോക്ക് കരയാം. അമ്മച്ചി ചെന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വിചാരിക്കും മക്കളെ കരയരുത് വിഷമിക്കരുത്, ജഡ്ജാണ് പറയണത്, അപ്പൊ നമ്മൾ ആ ഒരു സെൻസിൽ എടുക്കണം, നമ്മുടെ മിസ്റ്റേക്ക് ആണ്, അതുകൊണ്ട് നമ്മൾ അത് അംഗീകരിക്കണം എന്ന് പറയായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ നാടകം തുടങ്ങാൻ പോവേണ്, എന്റെ രംഗം നീ കണ്ടോ, ഇതാണ് പറഞ്ഞു കൊടുത്തത്. അല്ലെങ്കിൽ ശ്വേത മേനനെ നിർത്തത്തില്ല. ശ്വേത ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ എന്താ അറിയോ, ഇതിപ്പോ ഈ ലെവലിൽ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് ഇത്ര നേരം എടുത്തു ഡിസ്കഷൻ ചെയ്യാൻ. ബിക്കോസ് എങ്ങനെ ഞാൻ മാർക്സ് കൊടുക്കും? അത് തന്നെ മാർക്സ് ഒക്കെ എങ്ങനെ കൊടുക്കും? ആൻഡ് ശൈത്യ അത് ഒരു അല്ല, നിങ്ങൾ ഇത് ഷീന ചേച്ചിയെങ്കിലും ഇത് നോക്കി പറയണ്ടേ ഡയറക്ടറോട്? ഒന്നുമില്ലെങ്കിൽ നമ്മളുടെ ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് അടുത്ത് ഇതൊക്കെ പറയണ്ടേ? ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ റൗണ്ട്. അതിന് പിന്നെ താജ്മഹൽ ഏത് ചാർമിനാർ ഏതെന്ന് അറിയണ്ടേ? രണ്ടെണ്ണത്തിനും അറിയാൻ വയ്യാതെയാണ് ഇന്ന് കളിക്കാൻ വന്നത്, ഡാൻസ് കളിക്കാൻ വന്നത്. തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുതൽ എല്ലാം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഭയങ്കരമായി ടൈറ്റ് പിടിക്കും. കാരണം ഇവർ ആവശ്യപ്പെട്ട എല്ലാം ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും പേടിക്കരുത്. ഞാനത് ശ്രദ്ധിച്ചില്ല. ഫസ്റ്റ് ഞങ്ങൾ രാവിലെ വന്നപ്പോ ഒന്ന് നോക്കിയായിരുന്നു. അപ്പൊ എടുത്ത് കയ്യിൽ തന്നപ്പോഴും ഞാൻ അതാണ് സത്യം. അവര് വിചാരിച്ച താജ്മഹലാണെന്ന് കണ്ടപ്പോ ഏകദേശമൊക്കെ താജ്മഹലിന്റെ ഏകദേശം തോന്നി. അപ്പൊ അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതില്ലായിരുന്നു. അതുമല്ല, കാല് വയ്യ, അത് കളിക്കാൻ വയ്യെന്ന് ശ്രദ്ധിക്കുന്നില്ല. അതാണ് ആദ്യ ശ്രദ്ധക്കുറവാണ് ഇങ്ങനത്തെ പല കാര്യങ്ങൾക്കും. ഒരു ഏറ്റവും വലിയ ഷീന ചേച്ചി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് അല്ലേ, അതും ഹിസ്റ്റോറിക്കൽ റൗണ്ട്. ആ ചാർമിനാർ എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചറേ വേറെയാണല്ലോ. അല്ല, അത് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ ഞാൻ ഇതെന്താണ് നോക്കിയപ്പോഴാണ് ഞാൻ ചാർമിനാർ കാണുന്നത്. എനിക്ക് കുട്ടീരെ മോന്ത കണ്ടിട്ട് സഹിക്കാൻ പറ്റണില്ലോ. ഞങ്ങള് പ്രോപ്പർട്ടി ലിസ്റ്റ് കൊടുത്തപ്പം പ്രത്യേകം എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു താജ്മഹലിന്റെ ഒരു ചെറിയ ഡമ്മി വേണമെന്നൊക്കെ. അതുകൊണ്ട് ചേച്ചി അതൊക്കെ ഓക്കെയാണ്. നിങ്ങളുടെയും അതേ ഈക്വൽ എമൗണ്ട് ഓഫ് തെറ്റാണ് അവര് എന്തായാലും ഉണ്ട്. അവര് തന്നപ്പോ നിങ്ങൾ കയ്യിൽ പിടിച്ചു എന്ന് നിങ്ങൾ തന്നെ ഇപ്പൊ പറയുന്നത്. ഭാഗ്യം അവർക്ക് മാത്രമാണ് തെറ്റെന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുട്ടയറ് കിട്ടിയേനെ. ഇപ്പൊ ശ്വേത മാമിന്റെ മണ്ടയിൽ രാവി വിട്ടനെ, ഉരുളി കമത്തിയനെ. ഉരുളികൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അത് വേറെ ഒരു തെറ്റ്. അതെ, അപ്പൊ നിങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ. അപ്പൊ രാവിലെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങളെല്ലാവരും. ഇതാണ് ഞാൻ ഇതിന് മുമ്പേ പറഞ്ഞത്, ഈ റൗണ്ടിന് മുമ്പേ. പ്രോപ്പർട്ടി ആണെങ്കിലും ടെക്നിക്കൽ റിഹേഴ്സൽ ആണെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡിമാൻഡ് ചെയ്യുക. അത് നിങ്ങളുടെ പ്രോബ്ലം ആണ്. ഇതാണ് ഫൈനൽ ടേക്ക്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അല്ല, എനിക്കിപ്പൊ തോന്നിയത് എന്താന്നറിയാ, അമ്മ ഒരറ്റത്ത് പ്രാവി തൊലയ്ക്കണ്, ഇപ്പുറത്ത് മോള് കൊണ്ടോരത്തി ഇവരൊക്കെയാണ് എന്തോ പറയണത്. എന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി മോളും കൂടെ അപ്പുറവും നിന്ന് പ്രാവി തൊലയ്ക്കാണ്. അത് ഇന്നത്തെ ദിവസമല്ല, ഷൂട്ടിങ്ങിന്റെ ദിവസമല്ല നിങ്ങൾ ഡിമാൻഡ് ചെയ്യേണ്ടത്. അയ്യോ, ഇവിടെ ഒരു സംഭവം, ആ കാലുണ്ടല്ലോ, അയ്യോ അമ്മ ചക്ക വെട്ടിയിട്ടല്ലോ, ചക്ക വെട്ടിയിട്ടടക്ക്. ഓ, ഇതൊക്കെ സമ്മതിക്കണം കേട്ടോ. ഇങ്ങനെയും കള്ളത്തരം കാണിക്കാൻ ഈ പെണ്ണും പിള്ളക്ക് അറിയാല. അടവെന്ന് പറഞ്ഞ അമ്മച്ചി മോള് ചേച്ചി അതുവരെ മര്യാദക്ക് നിന്ന സ്ത്രീയാണ് വടി പോലെ. ഇങ്ങനെ നിക്കുകയും ചെയ്ത് അത് അഭിനയം നല്ലോണം അറിയാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതാണ് ശ്വേത മാം നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ ഇതേ നടക്കത്തുള്ളൂ. 18ാമത്തെ അടവായിരുന്നത്. ഇതാകുമ്പോ ഇനി കൂടുതൽ പറയത്തില്ലല്ലോ. അങ്ങനെയെങ്കിലും 2 മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കാണിച്ചത്. ആരെങ്കിലും ഒന്ന് വരൂ. ആ സൈഡിൽ നിക്കണ ആ ചേട്ടന് ഇത് നേരത്തെ അറിയാന്ന് തോന്നണം ഇവരെ സ്വഭാവം. മിണ്ടാതെ നിക്കാണ്. എന്നിട്ട് ഈ അമ്മച്ചി എന്തരെന്നറിയാ, ചിരിക്കണ്. അയ്യോ, എന്റെ പൊന്നെ, ഉമ്മായെക്കാളും നാടകമാണല്ലോ ഇത്. എന്റെ അവിടെ ഇട്ട കളിയാക്കി. അയ്യോ ചേച്ചി എഴുന്നേക്കൂ. അവർക്ക് മനസ്സിലായി. ആ പയ്യന്, ആ കൂടെ നിന്ന ആ പയ്യന് നല്ലോണം മനസ്സിലായി ഇത് അഭിനയമാണെന്നുള്ളത്. അറിയാലോ, കൂടെ വർക്ക് ചെയ്യണല്ലേ. എന്നാലും എന്തോ അമ്മേ ശൈത്യേനെ ഒറ്റയ്ക്ക് കുരുതി കൊടുത്തിട്ട് നിങ്ങൾ ബോധം കെട്ട് വീണ്. ശൈത്യ നിന്ന് ഉരുവണതാ, പ്രാവി തൊലയ്ക്കണു. ആ ചക്ക വെട്ടിയിട്ടണക്ക് വീണ്.
അമ്മച്ചിയും മോളും അഭിനയത്തില് റാണികളാണ്. ഇതൊക്കെ കണ്ടോണ്ടിരുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞ സ്വഭാവം അറിയാം. ഈ കട്ടപ്പയുടെ ഇതാണ് അമ്മേരെ മോളെ അഭിനയം, അഭിനയ സിംഹം. അവർക്ക് പുറത്ത് നെഗറ്റീവ് ഇമേജ് വന്നു. ബാക്കിയുള്ള PR നെഗറ്റീവ് ആക്കി, ഓരോ വീഡിയോസ് അഴുക്ക രീതിയിലിട്ടു. അങ്ങനെയാണ്. അപ്പം ഇവരകത്ത് ചെയ്തതാണ് ഈ പുറത്ത് ആൾക്കാർ വീഡിയോ ഇട്ട് പൊങ്കാലിട്ടെന്ന് ഇവർ മനസ്സിലാക്കണില്ല. അങ്ങനെ ഫൈനലി അവർ താജ്മഹൽ കണ്ടു കേട്ടോ. അവരുടെ ചാനലിൽ താജ്മഹലിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്ത വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അവർ താജ്മഹൽ എന്താണെന്ന് റിയലൈസ് ചെയ്തിരിക്കുകയാണ് അവസാനം. ഹായ് താജ്മഹൽ കണ്ടേ. ശ്വേത മാമിനോടുള്ള റിപ്ലൈ ആണ് ശൈത്യ കൊടുത്തത്. ഇതാണ് താജ്മഹലിൽ ഞാൻ പോയി, ഇതാണ് താജ്മഹൽ. അപ്പൊ ശ്വേതാ മാം ഇതെല്ലാം കണ്ടോളണം.